മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ കത്തിപ്പടർന്ന വിവാദം. എന്തിനാ വിവാദാക്കേണ്ട കാര്യം? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ആരെയും ഒന്നും അറിയിക്കാതെയുള്ള യാത്ര എന്ന് തുടങ്ങി. മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാനം പാർട്ടി അറിഞ്ഞുവെന്നാണ് CPM വിശദീകരണം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഭരണത്തലവൻ നീണ്ട ദിവസങ്ങൾ യാത്ര പോകുമ്പോൾ സാധാരണ അറിയിപ്പ് പതിവുണ്ട്. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. ഇത്തവണ യാത്ര അതീവ രഹസ്യമാക്കി. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. സാമ്പത്തിക ഞെരുക്കം മുതൽ വരൾച്ച വരെയുള്ള പലവിധ പ്രതിസന്ധികളിലൂടെ ജനം കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. തോന്നിവാസം കാണിക്കരുത്. 19 ദിവസം ഇവരെല്ലാവരും കൂടി തന്റെ അഭിപ്രായം ആരോടോ ചോദിച്ചു? 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അത് പെൻഷൻ കാശിൽ ഒരുപാട് ബാക്കിയുള്ളത് കൊണ്ട് അത്തരം പണത്തിൽ നിന്ന് എടുത്തായിരിക്കാനേ വഴിയുള്ളൂ. അങ്ങനെ കഥകൾ എന്താ? ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല, ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്, ചാർജ് കൊടുത്തു ആർക്കെങ്കിലും? വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ. ഇത് ആലെന്ന് പശുക്കൾ ഇറങ്ങിപ്പോ പോലെ പോവാണോ മുഖ്യമന്ത്രി? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? മന്ത്രിസഭയിൽ വന്നിട്ട് ഒരു കുടുംബമാണ് രക്ഷപ്പെടേണ്ടത്, കേരളം രക്ഷപ്പെടാനുള്ള. പൈസ എനിക്കൊരു വിഷയമല്ല. എന്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. നാണമില്ലേ ഈ മനുഷ്യന്?